അമേരിക്കയിൽ എഐക്കെതിരെ ജനരോക്ഷം ശക്തമാകുന്നു. പുതിയ ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണം നിരോധിക്കാനൊരുങ്ങി സംസ്ഥാനങ്ങൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. അമേരിക്കയിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യക്കെതിരെ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി പൊതുജനങ്ങൾ രംഗത്തിറങ്ങുന്നു. ആണവ നിലയങ്ങൾക്കെതിരെയുള്ളതിനേക്കാൾ കടുത്ത എതിർപ്പാണ് എഐയുമായി ബന്ധപ്പെട്ട ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനെതിരെ ഉയരുന്നതെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. വൻ ടെക് കമ്പനികൾ എഐ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രതികരണം ശക്തമാകുന്നത്. ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ തുടങ്ങിയ കമ്പനികൾ എഐ മോഡലുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡാറ്റാ സെന്ററുകളും കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളും വ്യാപകമായി വികസിപ്പിച്ചു വരികയാണ്. എന്നാൽ തൊഴിൽ നഷ്ടം, ഓട്ടോമേഷൻ, സ്വകാര്യതാ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക ആഘാതം തുടങ്ങിയ വിഷയങ്ങൾ അമേരിക്കക്കാർക്കിടയിൽ വലിയ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗ്ലോബൽ ന്യൂസ് പ്ലാറ്റ്ഫോമായ സെമാഫോർ പുറത്തുവിട്ട സർവേ വിവരങ്ങൾ പ്രകാരം ഏകദേശം 70% അമേരിക്കക്കാരും എഐയുടെ അമിത വളർച്ചയിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയോടുള്ള അവിശ്വാസവും ഭയവും യുവജനങ്ങൾക്കിടയിൽ പോലും പ്രകടമാണ്. 18% യുവാക്കൾ മാത്രമാണ് എഐയെ കുറിച്ച് വ്യക്തമായ ശുഭാപ്തി വിശ്വാസം രേഖപ്പെടുത്തിയത്. അടുത്തിടെ ഗൂഗിൾ മുൻ സിഇഒ എറിക് ഷ്മിഡ് അരിസോണയിലെ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെ എഐയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ആ പരാമർശത്തോടെ സദസ്സിൽ നിന്നും വലിയ കൂവൽ നേരിടേണ്ടതായി വന്നു. എറിക് ഷ്മിഡിന്റെ പ്രസംഗത്തിനിടെയുണ്ടായ ഈ പ്രതിഷേധം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി. യുവജനങ്ങൾക്കിടയിൽ എഐക്കെതിരെ ഉണ്ടായിരിക്കുന്ന വികാരമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എഐ സേവനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡാറ്റാ സെന്ററുകൾക്കെതിരെ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. അടുത്തിടെ പുറത്തുവന്ന ഗാലപ്പ് സർവേ പ്രകാരം 10ൽ 7 അമേരിക്കക്കാരും തങ്ങളുടെ പ്രദേശങ്ങളിൽ പുതിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനെ എതിർക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പ്രധാനമായും ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ. എഐ ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ്. അതുപോലെ തന്നെ സർവറുകൾ ശീതീകരിക്കാൻ ധാരാളം വെള്ളവും ഉപയോഗിക്കപ്പെടുന്നു. ഇത് വൈദ്യുതി ജലക്ഷാമ ഭീഷണികൾ ഉയർത്തുന്നു. അതുപോലെ തന്നെ ശബ്ദ വായു മലിനീകരണത്തിനും ഡാറ്റാ സെന്ററുകൾ കാരണമായി തീരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതുകൂടാതെ ഡാറ്റാ സെന്ററുകളുടെ സ്ഥാപനത്തിന് വലിയ തോതിലുള്ള സ്ഥലം ആവശ്യമാണ്. മാത്രവുമല്ല, അവ സ്ഥാപിക്കപ്പെടുന്ന പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതെല്ലാം ജനങ്ങളുടെ ആശങ്കയ്ക്ക് കാരണമായി തീരുകയാണ്. ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയിലെ കുറഞ്ഞത് 11 സംസ്ഥാനങ്ങൾ പുതിയ ഡാറ്റാ സെന്റർ നിർമ്മാണം നിയന്ത്രിക്കാനോ താൽക്കാലികമായി നിർത്തിവെക്കാനോ ഉള്ള നിയമനിർമ്മാണം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ നേരിട്ട് അനുമതികൾ കർശനമാക്കുന്ന നടപടികളിലേക്കും നീങ്ങുന്നുണ്ട്. ഡാറ്റാ സെന്ററുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമായി മെയിൻ മാറാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രാദേശിക സമരങ്ങളും പൊതു മീറ്റിംഗുകളും എഐക്കെതിരെ ശക്തമാകുന്ന സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധി അടിസ്ഥാന സൗകര്യ വികസനം സാങ്കേതിക വിഷയം എന്നതിലുപരി രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യമുള്ളൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക സാമ്പത്തിക രംഗത്തെ അടുത്ത വൻ വിപ്ലവമായി എഐയെ ടെക് കമ്പനികൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സാമൂഹിക പാരിസ്ഥിതിക ചെലവുകളെ കുറിച്ചുള്ള ചർച്ചയും അതോടൊപ്പം ശക്തമാകുന്നു. മനുഷ്യരുടെ ജോലി നഷ്ടപ്പെടുമോ, പ്രാദേശിക സമൂഹങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ പ്രധാന പൊതു ചർച്ചകളായി മാറിയിരിക്കുന്നു. എഐയുടെ വളർച്ച തുടരുമെങ്കിലും അതിന്റെ നിയന്ത്രണവും ഉത്തരവാദിത്വപരമായ ഉപയോഗവും സംബന്ധിച്ച നിയമപരവും സാമൂഹികവുമായ സമ്മർദ്ദങ്ങൾ വരും നാളുകളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യതയെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.